നാളെ എമ്മിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഓൾക്കൊരു കുഞ്ഞ് ഫ്രോക്ക് എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പ് കയറി, മഞ്ചേരിയിൽ നിന്നുള്ള സർപ്ലസിലാണ് കയറിയത്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ ഒരു ഐറ്റം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഹെവിയൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ ഫ്രോക്ക് എടുക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. എന്നാൽ അത് തീരെ സിമ്പിളായി പോവുകയും ചെയ്യരുത്. ആ ഒരു ടൈപ്പിലുള്ള ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. ഇവിടുന്ന് ഒന്ന് രണ്ടെണ്ണം ഇഷ്ടമായി. പക്ഷേ ഒന്നെങ്കിൽ അത് വലിപ്പം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫാമിലിക്കാട്ട് പോയത്. ഈ ഒരെണ്ണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ളൊരു മോഡലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിന്. പക്ഷെ അത് വലുപ്പം കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഫാമിലിക്കാട്ട് പോയത്. അവിടെ ഫുള്ളൊരു ഓണം വൈബായിരുന്നു. ഐഷു പിന്നെ നേരെ പോയത് ഓൾക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാനാണ്. അത് പിന്നെ ഉള്ള സ്ഥിരം പരിപാടിയാണല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓൾ ഒന്ന് രണ്ട് ഷർട്ടൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ ഓൾക്ക് എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ അങ്ങനെ വലുതായിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉമ്മാക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കണോണ്ട് തന്നെ പിന്നെ കുട്ടീൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അയിമിക്ക് ഡ്രസ്സ് നോക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞാൻ ഇതൊക്കെ കണ്ടത്. ഈ ചെറിയ കുട്ടികൾക്കുള്ള കുഞ്ഞ് പട്ടുപാവാട, ഫ്രോക്ക്, അങ്ങനെ ഈ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഐശ്വര്യൊന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഐശ്വൻ്റെ പ്രായമുള്ള കുട്ടികൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ഓരോ ഡ്രസ്സ് ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ളതാണ്. നല്ല കംഫർട്ട് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ അത്. പിന്നെ അവിടെ എവിടെ നോക്കിയാലും ആകെ മൊത്തം ഒരു ഓണമായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റാച്യൂലൊക്കെ മുണ്ട്, ജുബ്ബ, സെറ്റ് സാരി, പട്ടുപാവാട, അങ്ങനെ പലതരം ഓണത്തിൻ്റെ ഡ്രസ്സുകൾ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ അവിടെ കുറേ ഹെവി ആയിട്ടുള്ള ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഷു അങ്ങനെ എടുത്ത് കാണിച്ചു തരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് എടുത്തുകൂടെ മെച്ചി, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങിക്കാല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ലടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.